ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിടുന്നു എന്ന സാധ്യതകൾ കണക്കിലെടുത്ത് രാജ്യത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഏകോപിത ഭീകരാക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ജമ്മു കാശ്മീരിലും സുരക്ഷാ ഏജൻസികൾ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 26 എന്ന കോഡ് നാമത്തിൽ പാകിസ്ഥാൻ ചാര സംഘടനയായ IS-ഉം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ചേർന്നുകൊണ്ട് തന്നെ ആക്രമണം ആസൂത്രണം ചെയ്യാനാണ് ഇവർ പദ്ധതിയിട്ടിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. പഞ്ചാബ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളുടെ സഹായത്തോടെയാണ് ആക്രമണത്തിന് പദ്ധതിയിടുന്നതെന്നതാണ് സുരക്ഷാ ഏജൻസികൾ നൽകുന്ന സൂചന. അയോധ്യയിലെ രാമക്ഷേത്രം, ജമ്മുവിലെ രഘുനാഥ് ക്ഷേത്രം എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ആരാധനാലയങ്ങളെയും പ്രധാന നഗരങ്ങളുമാണ് ഭീകരരുടെ ലക്ഷ്യമെന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് പിടികിട്ട പുള്ളിയായ ഭീകരരുടെ ചിത്രങ്ങളടക്കം നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ പതിപ്പിക്കുകയും ചെയ്തു. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള മുഹമ്മദ് റോഹൻ, ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ മുഹമ്മദ് ഉമർ, അബു സുഫിയാൻ, സായിദ്, അർഷിയ എന്നിവരടങ്ങുന്ന മറ്റൊരു സംഘത്തിന്റെ പട്ടിക കൂടി ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ ചെങ്കോട്ടയ്ക്ക് സമീപം 15 പേരുടെ മരണത്തിന് കാരണമായ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് എന്നതും ഇത് പുതിയ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് എന്നതാണ് സുരക്ഷാ ഏജൻസി ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത്. ലഷ്കർ-ഇ തോയ്ബയുടെ പുഷ്പ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഭാഗമായ മറ്റ് വ്യക്തികളാകാം സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതായും ആക്രമണങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ലഷ്കർ കമാൻഡറായ അബു മൂസ കാശ്മീരി ഹിന്ദുക്കൾക്കെതിരെ തന്നെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ അടക്കം ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതും നിരീക്ഷണം ശക്തമാക്കുന്നതും ഉൾപ്പെടെയുള്ള വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.